സാറേ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. നാളെ രാവിലെ സാറ് ഓഫീസിലേക്കാണോ അതോ? എടോ ഞാൻ കുറച്ച് വൈകും. കാരണം MG റോഡിലെ കൺസ്ട്രക്ഷന്റെ ടോട്ടൽ ഫയല് ഇങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുവരണം. ശരി സർ, ഗുഡ് നൈറ്റ്. എന്നാ ശരി. മാണിക്കുഞ്ഞെ, പിന്നെ അമ്മ തന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? അമ്മയുടെ പഴയ ആഭരണങ്ങളില്ലേ, അതൊന്ന് മിനുക്കണം. കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുകൊടുത്താ മതി. വിവാഹശേഷം ഗാഥയ്ക്ക് കൈമാറാനുള്ള പരമ്പരാഗതമായ ആഭരണങ്ങളാ. വൈകിക്കഴിഞ്ഞാ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. ഇപ്പൊ എടുത്തു തന്നോളൂ, ഞാൻ കൊടുത്തേക്കാം. താനേ അമ്മയുടെ മുറിക്കേറി അലമാരിന്നെടുത്തോ. അതൊരു തടിച്ച പെട്ടിയാ. താൻ കണ്ടിട്ടില്ലേ അത്? അതെ, താനിത് എങ്ങോട്ട് പോവുക? അല്ല, അലമാരയുടെ താക്കോല് മുത്തശ്ശിയുടെ അടുത്തൊന്നും മേടിക്കണ്ടേ? അയ്യോ, അമ്മ പൂജാമുറിയില്ല. ചെന്ന് വിളിച്ച ചിലപ്പോ ഇഷ്ടാവില്ല. അലമാരയുടെ താഴെ ഒരു ഡോറുണ്ട്, അതിനകത്ത് താക്കോലുണ്ടെന്ന് പറഞ്ഞു. താനെടുത്ത് തുറന്നു. അല്ല, ഞാനെടുത്ത് തുറന്നിട്ടേ ഇനി അതിനൊരു പ്രശ്നം വേണ്ട. അല്ലമ്മായി. ഓ, താൻ ഇനി അതിന്റെ ജാതകൊന്നും ഗണിക്കാൻ നിൽക്കണ്ട. ചെല്ല്, പോയെടുത്തോ, പോ. ശരി. ഇപ്പൊ തന്നെ വൈകി, ഞാൻ പോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, വേഗം ചെല്ല്. ഹലോ, ഞാൻ നിർമ്മലയാ, കളരിക്കലേ. ഓ, മനസ്സിലായി. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ സ്വർണ്ണക്കടയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, ഞാൻ ഷോപ്പ് അടക്കാൻ തുടങ്ങുകയായിരുന്നു. ദേ, അയാൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്തെത്തും. ഞാൻ പറഞ്ഞ ആഭരണ പെട്ടിയും കൊണ്ട്. അത് വാങ്ങി വെക്കണം. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? അത് ഉദയേട്ടന്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോണം. പൊയ്ക്കോ. അത് ഇട്ടുകൊണ്ട് പോകാൻ നല്ല ആഭരണങ്ങളൊന്നുമില്ല. അമ്മയുടെ ആഭരണ പെട്ടിന്ന് ആ നെക്ലസ് ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. നിനക്കാണ് ആഭരണങ്ങളില്ലാത്തത്, ഉള്ളതിന് കയ്യും കണക്കുമില്ല. പിന്നിപ്പോ എന്തിനാ വേറെ? അത് പിന്നെ നമ്മുടെ പരമ്പരാഗതമായ ആഭരണങ്ങൾ ഇടാൻ എനിക്ക് കൊതിയുണ്ടാവുമല്ലോ. അതീ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അത് വിവാഹശേഷം ഗാഥമോൾക്ക് കൈമാറാൻ ഞാൻ വെച്ചിരിക്കുന്ന. ഗാഥയ്ക്ക് കൊടുത്തോളൂ, അതിനിപ്പോ എന്താ കുഴപ്പം? അതിനു മുമ്പ് ഒരു തവണ എനിക്കിടാൻ തന്നൂടെ? എന്തിനാ നിർമ്മല ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? മരുമക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനം വല്ലോ അമ്മ മക്കൾക്ക് കൊടുക്കാറുണ്ടോ? എന്റെ സ്ഥാനത്ത് സുമിത്രയാണിത് ചോദിച്ചിരുന്നെങ്കിൽ അമ്മ ആഭരണപ്പെട്ടി മുഴുവൻ എടുത്ത് കൊടുക്കായിരുന്നല്ലോ. അവള് വെറുതെ ഇരിക്കല്ലേ, വെറുതെ എന്തിനാ അവളെ ഇതിനിടയിലേക്ക് വലിച്ചഴക്കുന്നേ? ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ അമ്മേ? വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിർമ്മല അത്രയ്ക്ക് ആഗ്രഹിച്ചതാണെങ്കിൽ എടുത്തു കൊടുക്കമ്മേ. ഓ, നേരം വെളുത്ത ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരും. മാല ഞാൻ എടുത്തു തരാം, പക്ഷെ കൃത്യമായിട്ട് തിരികെ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. പറ്റുവോ? ഓ, ഞാൻ ഏൽപ്പിച്ചോളാം. ഈ തറവാട്ടി പിറന്ന പെണ്ണുങ്ങൾക്കേ തറവാട്ട് ആഭരണം എന്ന് വെച്ചാ ഒരു അഭിമാനമാ. അതുകൊണ്ടാ.
സുമിത്രേ, ഒന്നിങ്ങ് വന്നേ. മാം, ഇന്നലെ ഏൽപ്പിച്ച അക്കൗണ്ട്സ് മുഴുവൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫിനാൻസിന്റെ ഇടപാടില് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് 2,75,000 ആണ് അയക്കേണ്ടത്. നമ്മുടെ സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് കാരണം 3,70,000 ആണ് അയച്ചിരിക്കുന്നത്. അതവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അവരത് റിട്ടേൺ ചെയ്യും. പിന്നെ ഗാഥാ മാഡത്തിന്റെ അക്കൗണ്ടില് KYC അപ്ഡേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. 1-2 തവണ ഞാനത് മാഡത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നന്നായിരുന്നു. ഓക്കെ. ഏൽപ്പിച്ച ജോലികളൊക്കെ കറക്റ്റ് ആണോ മാം? യെസ്. താങ്ക് യു മാം.